നമ്മുടെ സവോളയാണ് ഇത്. ഇതിപ്പോൾ നമ്മളുണ്ടല്ലോ അരിഞ്ഞത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മളെല്ലാം എന്താ പറയുന്നത്, അധികം കനമൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിൽ കൂടെ ചേർക്കാൻ കുറച്ച് സാധനം കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അതുമല്ല അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, ബാ നമ്മൾ ചെയ്യുന്ന സാധനം എന്താണെന്നുള്ളത് പറഞ്ഞു. ഇപ്പം നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാവേ. നമ്മുടെ കാപ്പിക്കടയിലൊക്കെ കിട്ടുന്ന അത്തേ ടേസ്റ്റിലുള്ളൊരു അടിപൊളി ഉള്ളിവട. എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്, എല്ലാവരും കഴിച്ചിട്ടുള്ളത്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുന്നത്, ആ പണ്ട് കാലത്ത് ഇതൊക്കെ ഇങ്ങനെ കണ്ട് ഓർമ്മ വന്നപ്പോഴത്തേക്ക് ഉള്ളിവട അങ്ങ് കഴിച്ചേക്കാന്ന് വെച്ചു. എന്നാ പിന്നെ ഒട്ടും താമസിക്കാതെ നമുക്ക് സവോള എല്ലാം അരിഞ്ഞ് റെഡിയാക്കി അടിപൊളിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഉള്ളിവടയുടെ പണി അങ്ങോട്ട് തുടങ്ങാം. നമുക്ക് കുറച്ച് ഉപ്പ് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ 1 ടീസ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൊത്തി അരിഞ്ഞ ഇഞ്ചി അതങ്ങോട്ട് ചേർത്ത് അങ്ങനെ അരിഞ്ഞാൻ എടുക്കണം. കുനുകുന അരിയണം, അപ്പോഴാണ് അതിൻ്റെ അകത്ത് ടേസ്റ്റ്. അതുപോലെ കുനുകുന അരിഞ്ഞ കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോഴുണ്ടല്ലോ അതിന്റെ ടേസ്റ്റ് വരത്തുള്ളത്. പിന്നെ ഈ മുളക്, ഇതിന് അധികം എരിവില്ലാത്ത മുളകാണ്. കാര്യം നമുക്ക് പിള്ളേർക്ക് കൂടെ കഴിക്കണ്ടല്ലേ. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് നല്ല അടിപൊളി മുളക് ചേർക്കണം. കട്ട എരിവുള്ള ഒരു 2 മുളകൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല കിടുക്കാച്ചി എരിയായിരിക്കും. ഇങ്ങനെ കുത്തിക്കൊള്ളണം സാധനം. അപ്പൊ ഇനി ഇത് നന്നായിട്ടൊന്ന് തിരുമണം. തിരുമി എടുക്കുന്നതാണ് അതിൻ്റെ അകത്തെ മെയിൻ സംഭവം. തിരുമുകയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ഈ ഉള്ളിക്കകത്തുള്ള വെള്ളമയം ഇല്ലേ, ആ വെള്ളമയമൊക്കെ വെളിയിൽ വരണം. അതേപോലെ നല്ല മസിൽ പിടിച്ചങ്ങ് നല്ല അടിപൊളിയായിട്ട് സംഭവം ചെയ്തെടുക്കണം. അതാണ് ഇതിൻ്റെ അകത്തെ പ്രത്യേകത. ആ തിരുമുമ്പം തന്നെ ഉണ്ടല്ലോ വെള്ളം ഇങ്ങനെ വെളിയിലോട്ട് നമുക്ക് കയ്യിൽ വെള്ളം വരണം. അതേപോലെ അങ്ങ് തിരുമുക. ഇതിന് നമ്മൾ സെപ്പറേറ്റ് വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കേണ്ട കാര്യമൊന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതി, ഇപ്പോൾ പല രീതിയിൽ, ഇപ്പോൾ ഉള്ളിവട പല രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ട്. ഇപ്പോൾ നമ്മുടെ മഹാരാഷ്ട്രയിലൊക്കെ ആണെങ്കിൽ ബജിയാന്ന് പറയും, അത് വേറെ രീതിയിൽ ഉണ്ടാക്കും. സംഭവം എല്ലാം ഉള്ളിവട തന്നെ, നമ്മുടെ നാടൻ ഉള്ളിവട. എല്ലാവരും ഉള്ളിവട തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചില ആൾക്കാരുണ്ടല്ലോ ഉള്ളിവട ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരും കാപ്പിക്കടയിലൊന്നും പോയി കഴിച്ചിട്ടില്ലാത്തവരൊക്കെ. അതൊരു സത്യമാണ്. ഇപ്പൊ പണ്ടത്തെ ഇപ്പോഴത്തെ തലമുറയിലുള്ള പിള്ളേർക്ക് പഴയ കാലത്ത് ബർഗർ, മറ്റേ എന്താ പിസ്സ ഒക്കെ കഴിക്കുന്ന ഒരു പണ്ടത്തെ ഉള്ളിവടയും കട്ടൻ കാപ്പി ചായയും കഴിച്ച അതൊന്നും ഇല്ലല്ലോ. നമ്മള് എന്താ പറയുന്നത്, നാട്ടിലായിരുന്ന സമയത്ത് ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അടിപൊളി. കണ്ടിട്ടുണ്ട്, നമ്മൾ കഴിച്ചിട്ടുമുണ്ട്. നമ്മുടെ നമ്മുടെ ഈ ഇതില്ലേ, നമ്മളിങ്ങനെ എവിടെയൊക്കെ പോകുന്ന സമയത്ത്, പണ്ടൊക്കെ അങ്ങനെ എപ്പോഴും ഒന്നും പോകുന്ന പരിപാടിയൊന്നുമില്ല. നല്ല കാലത്തൊക്കെ പോകുമ്പോഴും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അങ്ങനത്തെ കടകളൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോഴുണ്ട്. നമ്മുടെ വീഡിയോയിലൊക്കെ കാണാറുണ്ടല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതെ. അപ്പൊ നമ്മുടെ ഉള്ളി നമ്മൾ നന്നായിട്ട് അതിനകത്തുനിന്ന് വെള്ളം എല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുണ്ടല്ലോ ഇതുണ്ടല്ലോ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുന്ന ഒന്ന് ഇതായി വരണം. അതായി വരണം. ആ സംഭവം ആയി വന്നിട്ട് അത് പറയാനാണെങ്കിൽ വ്ളാവ്ളാ പോലെ ഇങ്ങനെ ആയിരിക്കണം. നല്ല കട്ടിയായിട്ടിരിക്കുന്ന സാധനം ഒരു സോഫ്റ്റ് ആയിട്ട് കേട്ടോ, പഴംതുളി പോലെ ആയിരിക്കണം. എന്റെ ഇത് നമുക്ക് ഇനി ഉണ്ടല്ലോ കുറച്ച് നേരം ഒന്ന് നമുക്കിത് ഉപ്പൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് മാറ്റി ഉപ്പും പിടിച്ച് അതിനകത്ത് ഇനി എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അതുകൂടെ ഇറങ്ങണം. അപ്പൊ ഇനി നമുക്കിതൊന്ന് അടച്ച് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ബാക്കി പരിപാടി ചെയ്യാം. നമ്മളപ്പോ ഞെരടി വെച്ച് നമ്മുടെ സവോളയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഏകദേശം 15-20 മിനിറ്റ് നമ്മള് ഞെരടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്തുനിന്നുള്ള വെള്ളമയം എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. നമ്മള് മൈദയും കടലമാവും രണ്ടും കൂടെ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ടും കൂടെ ഇട്ട് കൊടുക്കാവേ. മൈദയെക്കാട്ടിലും കുറവാണ് കടലമാവ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ഇട്ടൊന്ന് ഇളക്കുക, വീണ്ടും യോജിപ്പിക്കുക. നമ്മൾ വേറെ ഇനി വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല. വെള്ളം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ഇനി പ്രത്യേകിച്ച് വേറെ വെള്ളം ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമ്മൾ ചേർക്കാനുള്ള വെച്ചാൽ ഈ മൈദയും കടലമാവും കൂടെ ഇടുക. പിന്നെ ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഒരു സ്വല്പം മുളക് പൊടിയും കൂടെ, അതും നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം. കാരണം നമ്മൾ ഓൾറെഡി ഉണ്ടല്ലോ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പം ഒന്ന് നോക്കാം, കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. ഉപ്പും മഞ്ഞളും ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കണം ജസ്റ്റ് ഇത് ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ ഉള്ള വെള്ളമുണ്ട്. നമ്മൾ വേറെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. ആ ഒരു വെള്ളത്തിൽ തന്നെ നമ്മളിപ്പം കുഴച്ചെടുക്കുന്നത്.
അപ്പോൾ കുറച്ച് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് മൈദയിൽ മാത്രം വേണേലും റെഡിയാക്കാം കേട്ടോ. പക്ഷെ ഇതിനെക്കാളും കുറച്ചും കൂടെ ഒരു കടലമാവ് കൂടെ ചേർക്കാം. ഈ ഒരു പരുവം മതി കേട്ടോ. നമ്മളതിൻ്റെ ഉള്ളി വേണം മേളി, അല്ലെങ്കിൽ ഒരു മെയിനായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഉള്ളിവട എന്ന് പറഞ്ഞിട്ട് പൊടി അതിൻ്റെ അകത്ത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് ശരിയാ. അതല്ല, മൈദവട അപ്പൊ ഒന്ന് ഉപ്പൊന്ന് നോക്കിയേക്കട്ടെ. ജസ്റ്റ് ഒന്ന് ഉപ്പൊന്ന് നോക്കിയിട്ട് നമുക്ക് നമ്മളുടെ ചട്ടിയൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പ് എരി വേണോ? ഒരു നമുക്കൊരു ഇച്ചിരി മുളക് പൊടി, സ്വല്പം കാശ്മീരി മുളക് പൊടി. അപ്പോൾ ഉണ്ടല്ലോ ഒരു അല്പം നല്ല കളറും കൂടെ കിട്ടുന്നതാണ്. അങ്ങനെ നല്ല കളർ കിട്ടും. കാര്യം ഒരു ഗോൾഡൻ ബ്രൗൺ ആണല്ലോ നമ്മുടെ കളർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ കടലമാവ് കൂടി ചേർത്തിട്ടില്ലേ, അപ്പൊ അത് കാരണം ഒരു ചെറിയ ഇത് വരും. ഇനി ഇതിന്റെ എരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ചേർക്കാന്. ഇത് കാശ്മീരി പൊടിയാണ്, കളർ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു നുള്ളു മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കാം. ഒരു ഏതായാലും ഒരു വഴിക്ക് പോകല്ലേ. അപ്പം പിന്നെ നല്ല അതെ. അപ്പൊ നമ്മുടെ സംഭവം എല്ലാം ചേർത്ത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റൗ നമുക്ക് ഐശ്വര്യമായിട്ട് കത്തിച്ചിട്ട് നമുക്ക് എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് ഓരോരോ വടകൾ നമ്മൾ സ്റ്റൗ നമുക്ക് ചുട്ട് റെഡിയാക്കാം. കത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി അത് ഒന്ന് ചൂടാകണം. അപ്പൊ ചൂടാകണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 2-3 മിനിറ്റ് എടുക്കും. അത് ചൂടാകാൻ നേരം വെയിറ്റ് ചെയ്യും. അപ്പൊ അത്ര നേരം ഈ മാവും ആയിട്ട് ഇവരൊന്ന് കൂടെ സെറ്റ് ആവും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായിട്ട് നമുക്കിനി നല്ല അടിപൊളി ഉള്ളിവട ഉണ്ടാക്കിയിട്ട് നല്ല കട്ടൻ ചായ ആയിട്ട് പിടുത്തോണ്ടിരിക്കും. കിടുക്ക് പരിപാടി. അപ്പം നമ്മുടെ എണ്ണ ചൂടായാൽ നോക്കാവേ. നമുക്ക് ഒരു പീസ് ഉള്ളി എടുത്ത് ഇതിലേക്കൊന്ന് ഇട്ട് നോക്കാം. അപ്പം അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വടയെല്ലാം നമുക്ക് ഉണ്ടാക്കി എടുക്കാവേ. ഇതിലേക്ക് എടുത്ത് മാറ്റിയേക്കാം, അല്ലാതെ കിടന്ന് കരിഞ്ഞു. അപ്പം നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതൊന്ന് എടുക്കണം. അപ്പോഴേ നമുക്ക് ഇതിൻ്റെ കൂടെ ഇച്ചിരി ചായയും കൂടെ വെച്ചാൽ നല്ലതായിരുന്നു അല്ലേ? ഞാൻ ചായയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതെ അതെ, ഉള്ളിവട ഇത് കോമ്പിനേഷൻ. ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കുമ്പോഴത്തേനും അവിടെ കട്ടൻ ചായ കൂടെ തന്നെ റെഡിയാകുമല്ലോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ചായ ഇപ്പോൾ എളുപ്പ പരിപാടി ചെയ്യുന്നത് നമുക്ക് ഈ പഞ്ചസാര എന്ന് പറയുന്ന സാധനമാണല്ലോ, അത് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇവരൊക്കെ പെട്ടെന്ന് നമുക്ക് തിളയ്ക്കുകയും ചെയ്യും, ഈ പഞ്ചസാര അങ്ങ് അരിക്കുകയും ചെയ്യും. സാധനം ഒരുപാട് വേണ്ട, അപ്പോൾ കുറച്ചിട്ടാൽ മതി. ഇത്ര മതി. അത്യാവശ്യം നല്ല മധുരമുള്ള പഞ്ചസാര. ഈ പ്രാവശ്യം കിട്ടിയ നല്ല ചില സമയത്ത് കിട്ടുമ്പോണ്ടല്ലോ മറ്റേ കുറെ കൂടുതൽ പഞ്ചസാര ഇടേണ്ടി വരും. പെട്ടെന്ന് ആ മാസം പഞ്ചസാര തീരുകയും ചെയ്യും. അതാ പറഞ്ഞത്. അപ്പോൾ നമ്മളിത് എന്താ പറയുക, നമ്മുടെ സാധനം ഇവിടെ റെഡി ആയി വരുന്നുണ്ട്. അടിപൊളിയായിട്ട് നമ്മുടെ ഉള്ളിവട റെഡിയാവുന്നുണ്ട്. ചായപ്പൊടി വരുന്നുണ്ട്. വെള്ളം തിളച്ചിട്ടേ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് ചെയ്യണേ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതെ നമുക്ക് വെള്ളം തിളച്ചിട്ട് നമുക്ക് നമ്മുടെ ചായപ്പൊടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഭയങ്കര കടുപ്പ് വെച്ചിട്ടുണ്ട്. അതിന് അത്യാവശ്യം നല്ല ടാറ്റ അഗ്നി, അതാണ് അഗ്നി പോലെ. അത് തന്നെ. അപ്പോൾ ഇനി നമ്മൾ വട നല്ല ഗോൾഡൻ കളറായിട്ട് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് പതുക്കെ അങ്ങോട്ട് ആക്കുക. ഒരുപാട് തീ വരണം കേട്ടോ. ഒരുപാട് തീ ആയി കഴിഞ്ഞാൽ മാത്രം ചെറിയ തീയിൽ നമുക്കിത് നല്ലതായിട്ട് വറുത്തെടുക്കാം. അല്ലെങ്കിൽ പുറം മാത്രം കരിഞ്ഞു പോകും, അതുകൊണ്ട് വേഗത്തുമില്ല. അപ്പോൾ അതിനൊരു സുഖം കാണത്തില്ല നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ ചായപ്പൊടി ഒന്ന് വെച്ചിട്ട് നമ്മൾ തിളക്കട്ടെ. നമ്മുടെ ഉള്ളിവടയൊക്കെ ആകാറായിട്ടുണ്ട്. ഒരു സൈഡ് റെഡിയായി. നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് റെഡിയാക്കുകയാണ്. ഇവിടെ ഒരാൾ ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ട് പോയിരിക്കുക. ഏട്ടാ വാ, ചായയുടെ വെള്ളം തിളക്കാറായി. അപ്പോൾ നമ്മുടെ വെള്ളം തേയിലപ്പൊടി എടുക്കണ്ടോ ചോദിച്ചു. ബെസ്റ്റ്, അത് മറന്ന് കിട്ടി. ടീ തന്നെയാണോ നോക്കണം. ചെറുതായിട്ട് കോളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്വല്പം കടുപ്പം ഇത് ഇട്ടാൽ മതി കേട്ടോ. ഇത് ഒരുപാടൊന്നും ഇടണ്ട. അത്യാവശ്യം നല്ല കടുപ്പമുള്ള തേയില. വിതറി 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 ഇടുക. അതാണ് അതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത്. സ്വല്പം ഇട്ടത്
കഷായം അടിപൊളി ടേസ്റ്റ് കിഴി ടേസ്റ്റ് നമ്മൾ വിചാരിക്കുന്നതല്ല. അപ്പൊ നമ്മുടെ ഉള്ളിവട ഏകദേശം തയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ല ഇതിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിന്റെ ഡിസൈൻ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊമ്പ് പോലൊക്കെ ഇരിക്കുന്ന ഓരോ ഡിസൈൻ വരും ഉള്ളിവടയുടെ. അല്ല, അതാണ് അതിന്റെ ഒരു രസം എന്ന് പറയുന്നത്. സംഭവം ഉണ്ടല്ലോ, നമ്മള് എന്താ പറയുന്നത്, ഇത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പിൽ ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല. ഏതുവഴിയാ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിന്റെ ഡിസൈൻ. നമ്മുടെ തേയില വെള്ളം, അതായത് കട്ടൻ ചായ, അടിപൊളി ടേസ്റ്റ്, നല്ല കളറൊക്കെ സംഭവം നല്ല വെട്ടിത്തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പാൽച്ചായ വേണമെങ്കിൽ പാൽച്ചായ വേണേലും ഇട്ട് കുടിക്കാം, ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. അപ്പം നമുക്കിനി നമ്മൾക്ക് ചായയുടെ സ്റ്റവ് തന്നെ അങ്ങോട്ട് ഓഫ് ചെയ്യാം. നമ്മുടെ വട അങ്ങോട്ട് കോരുകയും ചെയ്യാം. അപ്പം ഞാൻ ഈ ചായ അരിച്ചോണ്ട് വരാം. എന്തൊരു ടൈമിംഗ് ആണ്. അതെ, ചായ തിളച്ചു, വടയും ഞാനിന്ന് അരിച്ചോണ്ട് വരാം. നിങ്ങൾ വട കണ്ടു ഇപ്പം വരാം. ഇതുണ്ടല്ല, രണ്ടും കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും, ചായയും അല്ലേ. നമുക്ക് അടുത്തത് കൂടാം. ഏട്ടൻ ചായ ഒഴിച്ചോണ്ട് വരുമ്പോഴത്തേന് നമുക്ക് അടുത്ത സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ഈ എണ്ണ ഉണ്ടല്ലോ ഒത്തിരി അങ്ങ് ചൂടായി കഴിഞ്ഞാലേ തീ മീഡിയത്തിൽ നിന്നൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയേക്കണം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചിരിക്കുക, കാരണം അല്ലേ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. നമ്മളെ തീ ഉണ്ടല്ലോ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ മാവ് പച്ച മാവ് അങ്ങോട്ട് ഇടുമ്പോൾ അത് എണ്ണയുടെ ഇതങ്ങ് കുറയും, ചൂടങ്ങ് കുറയും. അപ്പം ഇച്ചിരി കൂട്ടി വെക്കുക, വീണ്ടും കൂടി കഴിയുമ്പോൾ ഒന്ന് കുറയ്ക്കുക. അങ്ങനെ ഒന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വടയൊക്കെ റെഡി കിടുക്കാച്ചയായിട്ട് കിട്ടുവേ. പിന്നെ ഒത്തിരി നമ്മൾ ഇതിനകത്ത് കുത്തി നിറച്ചിടാതിരിക്കാൻ നല്ലത്, കാരണം ഇത് വേവുമില്ല. അപ്പം അവിടെ കിടന്ന് ആവട്ടെ. അപ്പോഴേ ഈ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കൈ ഒന്ന് കഴുകാനായിട്ട് ഒരു സ്വല്പം വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് നല്ലത്. കാരണം നമ്മളല്ലെങ്കിൽ എടുത്തോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഈ നമ്മുടെ തവിയലൊക്കെ മാവ് പറ്റിപ്പിടിച്ചിരിക്കും, പിന്നെ അത് കഴുകണമെങ്കിലുണ്ടല്ലോ വലിയ പാടാണ്. അപ്പം അതിനേക്കാളും നല്ലത് ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചായ നമ്മുടെ മാറ്റി വെക്കാം. ഇനി അതിൽ നിന്ന് എണ്ണ എങ്ങനെ തെറിച്ച് വീണ് കഴിഞ്ഞാൽ പിന്നെ അവസാനം ചായ വറുത്ത ചായ ആയപ്പോൾ സ്റ്റൗവിന് ചെറിയ ചാഞ്ചാട്ടമുണ്ട്, പുതിയതായതുകൊണ്ടായിരിക്കും. ഇതുണ്ടല്ലോ നല്ല ചൂടാണ്. നമ്മള് പറയാൻ പറഞ്ഞു അല്ലേ, നമ്മള് പുതിയൊരു സ്റ്റൗ വാങ്ങിയായിരുന്നു. നമ്മുടെ മറ്റേ കാലപ്പഴക്കത്താല് കയ്യൊക്കെ പൊള്ളുന്നു, നോക്കട്ടെ. ഉപ്പുണ്ട് കേട്ടോ. ഞാൻ ചൈന ഭാഷ എപ്പോഴാണോ നന്നായിട്ട് പൊള്ളുന്നുണ്ട്. അടിപൊളി കേട്ടോ. അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു നിമിഷം കൊണ്ട് ചൈന വരെ പോയി പഠിച്ച്. അടിപൊളിയായിട്ടുണ്ട് സാധനം. ഇച്ചിരി ചൂട് കൂടുതലാണ്, കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ആക്രാന്തം കൊണ്ട് എടുത്താൽ മതി. ഞാൻ അപ്പൊ എന്തായാലും കൊണ്ടോ ഉപ്പൊക്കെ ഇച്ചിരി വേണമെങ്കിൽ ഇടാം, കുഴപ്പമില്ല. പക്ഷെ കരിച്ച നമ്മളിപ്പോ മൈദയും മറ്റേ കടലമാവും കൂടെ ഒരുമിച്ചല്ലേ ചേർത്ത്, അപ്പൊ ഒരു ശക്കലം കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ഈ കട്ടൻ ചായ ആയിട്ട് ഒരു പിടുത്തം പിടിക്കാം. ചായ ഒന്ന് നടക്കട്ടെ. അപ്പൊ ഇതും റെഡിയായി വരും. പിന്നെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്ത് തിന്ന എന്നെ പറയണം. അതന്നെ. അപ്പൊ എന്തായാലും കൊള്ളാം. ഉള്ളിവടയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാമല്ലോ. അപ്പൊ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയോ, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇരുന്ന് കഴിച്ച് എൻജോയ് ചെയ്യാം. 4 മണിക്ക് ഒരു എൻജോയ്മെന്റ്. അപ്പൊ ഇതിന്റെ അഭിപ്രായ നിർദ്ദേശമൊക്കെ പറയുക. പിന്നെന്താ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഉണ്ടല്ലോ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയറോട് ചെയ്ത് കൊടുക്കണേ. അത് തന്നെ, ഒന്ന് ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഒന്ന് അടിപൊളിയാക്കുക. പിന്നെ അഭിപ്രായവും നിർദ്ദേശവും ഒന്ന് കമൻ്റായിട്ടൊക്കെ എഴുതുക. പിന്നെ ആ ബെല്ല് ഓൺ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇങ്ങനെ ഓണാക്കി ഇങ്ങനെ വെക്കത്തില്ല, അപ്പൊ ഒരു ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമ്മളുടെ എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും പോകുന്നില്ല, പരാതിയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ് അതും കൂടെ ഒന്ന് നോക്കുക. അപ്പം വ്യത്യസ്തമായ വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ എല്ലാവർക്കും കൂടെ ഒന്നും കൂടെ കാണണ്ടേ, ഇനിയും കാണണമല്ലോ. അതെ, നാളെ തന്നെ കാണണല്ലേ. അതെ, നമുക്ക് വ്യത്യസ്തമായ റെസിപ്പി ആയിട്ട് വരാം. അപ്പം നമ്മുടെ ഉള്ളിവടയും കട്ടൻ ചായയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പം
എല്ലാവർക്കും നാളെ കാണാം. ബൈ. അതുവരെ ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.